സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇവിടെ ഓരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന്. പൂർവഗാമികൾ ചോരതീരായി തന്നതിൻ സുഹൃതം, സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇതളുവാടിയ പൂവിലാകുന്നു കായ്കൾ, ഉരുകിയൂറിയ തിരിയിലേയുള്ളു നാളം. ഹൃദയപൂർവം നമസ്കരിക്കണം ത്യാഗം ചെയ്തവരെ. ദൈവമേകുമി സ്നേഹമാതൃക പിന്തുടർന്നിടണം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം, പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഒരു വൈദികനിൽ നിന്ന് ജനം ആഗ്രഹിക്കുന്നത് എന്താണ്? സ്നേഹം, കരുണ, ആശ്രയം എന്നിവയിൽ കവിഞ്ഞ് മറ്റൊന്നുമല്ല. അങ്ങനെ ചില വൈദികർ നമുക്കിടയിലുണ്ട്. സ്നാപകന്റെ താപസ പാരമ്പര്യവും യേശുവിൻ്റെ പ്രവർത്തന നിരതയും ഒത്തുചേർന്ന പ്രേഷിത വര്യന്മാർ. അവരെ നാം കാണാതെ പോകുന്നത് ചാവുദോഷമാണ്. അതിനൊപ്പം ഈ വേദവാക്യങ്ങൾ കൂടി കൂട്ടി വായിക്കാം. ജസ്സയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള കിളിർത്തു വരും, അവൻ്റെ വേരിൽ നിന്നും ഒരു ശാഖ പൊട്ടിക്കിളിർക്കും. എങ്കിലിതാ അങ്ങനെ ഒരാൾ. അച്ഛനെ സംബന്ധിച്ച് അച്ഛൻ എപ്പോഴും നല്ല ആധ്യാത്മികപരമായിട്ട് തമ്പുരാൻ്റെ അടുത്ത് കൂടുതൽ സമയം ഇരുന്ന് പ്രാർത്ഥിക്കുന്നതും, എപ്പോൾ ആളുകൾ ആര് വന്നാലും അവർക്ക് സംലഭ്യനായിക്കൊണ്ട് തൻ്റെ ജീവിതം വേദനകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മറന്ന് ആര് തന്നെ കടന്നു വന്നാലും അവരെ സ്വീകരിക്കാൻ എപ്പോഴും സന്നദ്ധതയുള്ള ഒരു വൈദികനാണ് മണ്ണൂരച്ചൻ. കീഴ്പള്ളിയിൽ തുടങ്ങിയ പള്ളിപണി പൂർത്തീകരിക്കുകയും ചമലിൽ പള്ളിപണിയോടൊപ്പം നാടിൻ്റെ സമഗ്ര വികസനത്തിനും ചുക്കാൻ പിടിച്ചതിനു ശേഷം മണ്ണൂരച്ചൻ എത്തിയത് മലപ്പുറം ജില്ലയിലെ മാലാപറമ്പിലാണ്. ഏറെ സ്നേഹപൂർവ്വമാണ് അവരച്ഛനെ സ്വാഗതം ചെയ്തത്. അച്ഛനെ സംബന്ധിച്ച് ഞാൻ ഓർക്കുന്നത്, അച്ഛൻ പണികളുടെ കാര്യത്തിൽ കൺസ്ട്രക്ഷൻ്റെ ലൈനിൽ
വലിയ വിദഗ്ധനാണ്. പല കാര്യങ്ങളും അച്ഛനിൽ നിന്ന് എനിക്ക് പഠിക്കുവാൻ സാധിച്ചു. അച്ഛൻ പണിയിപ്പിച്ച പള്ളികൾ തലശ്ശേരി രൂപതയിലും താമരശ്ശേരി രൂപതയിലും ഇന്നും വളരെ മനോഹരമാണ്. കൂടുതൽ ഞാൻ അച്ഛനെ പറ്റി എനിക്ക് അറിയുവാൻ സാധിക്കുന്നത് മാലാപറമ്പ് ഇടവകയിൽ വരുമ്പോഴാണ്. 86 കാലങ്ങളിൽ അച്ഛൻ 5 വർഷം ഇവിടെ ആയിരുന്ന അന്ന് പണിയിപ്പിച്ച മനോഹരമായ ദേവാലയം ഇന്നും അതുപോലെ നിൽക്കുന്നു. ആരോ വന്നെന്നോട് ചോദിച്ചു, എത്ര വർഷമായിച്ച ഈ പള്ളി പണിയിപ്പിച്ചിട്ട്? ഞാൻ പറഞ്ഞു, നിങ്ങൾ പറ. 5 or 6 വർഷം. 86 പണി തീർത്തതാണ് എന്ന് പറയുമ്പോൾ അവർ അതിശയിച്ചു പോവുകയാണ്. അത്ര മനോഹരമായിട്ട് ഇന്നും ഈ ദേവാലയം നിൽക്കുന്നു. മാലാപറമ്പിൽ അച്ഛനെ കാത്തിരുന്നത് വെളിച്ച വിപ്ലവമാണ്. നാടിനെ പ്രകാശമാനമാക്കുന്ന ഉത്തരവാദിത്വം അച്ഛൻ ഭംഗിയായി നിർവഹിച്ചു. മാലാപറമ്പിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയ സ്തുത്യർഹമായ സേവനങ്ങളുടെ 7 വർഷങ്ങളാണ് അവിടെ പിന്നിട്ടത്. മാലാപറമ്പ് ഇടവകയിൽ വന്ന് ചാർജ് എടുത്ത അന്ന് തന്നെ ഇടവകയിലെ പൗരമുഖ്യന്മാരായ ഏതാനും ആളുകൾ വന്ന് എന്നോട് പറഞ്ഞു, അച്ഛാ, നമുക്കിവിടെ അത്യാവശ്യമായിട്ടുണ്ടാകേണ്ടത് ഇലക്ട്രിസിറ്റിയാണ്. അതിനുവേണ്ടി അച്ഛൻ്റെ സഹായം വേണം. ഇതിനു മുമ്പ് അതിനുവേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ആ സാഹചര്യത്തിൽ ഞങ്ങളുടെ ആ 1-2 വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തത് വെളിച്ചം, വിദ്യാഭ്യാസം, വെള്ളം, ഈ വകയെല്ലാം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ആയിരുന്നു പ്രാരംഭ പ്രവർത്തനങ്ങൾ. അവിടെ താമസ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. പരിമിതമായ തോതിലാണെങ്കിലും അത് അന്നത്തെ മലബാറിലെ രീതി വെച്ച് നോക്കുമ്പോൾ ഒരുപാട് വലുത് തന്നെയായിരുന്നു. പക്ഷേ കുർബാന ചെല്ലുവാനായിട്ട് പള്ളിയൊന്നും ഉണ്ടായിരുന്നില്ല. കുർബാന സ്കൂളിലാണ് ചൊല്ലിക്കൊണ്ടിരുന്നത്. ഞായറാഴ്ച ദിവസങ്ങളിലാണ് അവിടെ കുർബാന ചെല്ലുന്നത്. അല്ലാത്ത ദിവസങ്ങളിൽ പള്ളിമുറിയിൽ തന്നെ കുർബാന ചെല്ലും. ആ രീതിയിൽ മുന്നോട്ട് പോയി ഇലക്ട്രിസിറ്റിക്ക് വേണ്ടിയാണ് ആദ്യം പരിശ്രമിച്ചത്. അന്ന് മാണി സാറായിരുന്നു ഇലക്ട്രിസിറ്റിയുടെ മന്ത്രി. വൈദ്യുതി മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ സഹായം ധാരാളമായിട്ട് ലഭിച്ചു. അദ്ദേഹത്തെ കണ്ട അവസരത്തിൽ നേരത്തെ പരിചയമുണ്ടായിരുന്നു. അച്ഛൻ, നമുക്ക് മാലാപറമ്പിൽ വെച്ച് വെളിച്ച വിപ്ലവം അവിടെ വെച്ച് നടത്താം. അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിയാൽ മതി. എല്ലാ വീടുകളും വയർ ചെയ്ത് CD അടയ്ക്കണം. ഞാൻ വരുന്ന അവസരത്തിൽ ഇടവകയിലെ എല്ലാവർക്കും വന്ന് കണക്ഷൻ കൊടുക്കാനുള്ള നിർദ്ദേശം കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും ഭംഗിയായിട്ട് നടത്തണമെന്ന് പറഞ്ഞ് അദ്ദേഹം വിട്ടു. ആളുകൾക്കത് വലിയ സന്തോഷമായി. ഏതാണ്ട് 18 കിലോമീറ്ററോളം ലൈനിൽ വലിച്ചെങ്കിൽ മാത്രമേ കറണ്ട് പള്ളിക്കലെത്തുണ്ടായിരുന്നുള്ളൂ. ഇടവകക്കാർ അതിന് തയ്യാറായി സമാധാനമായിട്ട് വേണ്ടതെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞു. മാലാപറമ്പ് ഇടവകയിൽ നിന്നും ആദ്യമായി പൗരോഹിത്യം സ്വീകരിച്ച വൈദികൻ എന്ന നിലയിൽ ബഹുമാനപ്പെട്ട മണ്ണൂരച്ചനോടൊപ്പം മാലാപറമ്പിൽ ചെലവഴിച്ച ദിവസങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം അവിസ്മരണീയങ്ങളാണ്. അച്ഛന് ലഭിച്ച പ്രചോദനമാണ് ദൈവവിളി സ്വീകരിക്കുവാനും ഒരു പുരോഹിതനായി തീരുവാനുമായി എന്നെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഒന്നുമില്ലാതിരുന്ന മാലാപറമ്പിലേക്ക് അച്ഛൻ കടന്നു വന്ന ആ ദിവസം മുതൽ അച്ഛനോടൊപ്പം അൾത്താരയിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഒരു ദേവാലയ നിർമ്മാണത്തിൽ അച്ഛനോടൊപ്പം നിന്നുകൊണ്ട് ഒരു അൾത്താര ശുശ്രൂഷ എന്നതിനേക്കാൾ അധികമായിട്ട് കൂടെ നിന്ന് സഹായിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്.
വെളിച്ചമില്ലാതിരുന്ന മാലാപ്പറമ്പിൽ വെളിച്ചം കൊണ്ടുവരുവാനായിട്ട് വെളിച്ച വിപ്ലവത്തിലൂടെ എല്ലാ വീടുകളിലും വെളിച്ചമെത്തിക്കുവാനായിട്ട് പരിശ്രമിച്ചതും അതിനു വേണ്ടിയിട്ട് രാപകലില്ലാതെ അധ്വാനിച്ചതും ബഹുമാനപ്പെട്ട മണ്ണൂരച്ഛനാണ്. ഈ ദേവാലയ നിർമ്മാണത്തിൻ്റെ ഓരോ ദിവസങ്ങളിലും അച്ഛൻ്റെ പരിശ്രമങ്ങളെ ഞങ്ങൾ വലിയ സന്തോഷത്തോടു കൂടെ തന്നെ വിലയിരുത്തുകയാണ്. ഇവിടെ വിദ്യുച്ഛക്തി കൊണ്ടുവന്ന കാര്യങ്ങൾ വളരെ അത്ഭുതകരമായി നടന്നൊരു സംഭവമാണ്. ഇന്നത്തെ ജനങ്ങൾക്ക് വൈദ്യുതി ലഭിക്കുക എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുത സംഭവമായി തോന്നില്ലായിരിക്കാം. പക്ഷേ അന്നത്തെ കാലത്ത് ഇതിനടുത്തുള്ള പല സ്ഥലങ്ങളിലും ഇതിനേക്കാൾ ജലനിബിഡമായ ജനസാന്ദ്രതയുള്ള സ്ഥലങ്ങളിൽ പോലും വിദ്യുച്ഛക്തി ഇല്ലാതിരുന്ന കാലത്താണ് ഈ മാലാപറമ്പ് കുന്നിൻ്റെ മുകളിൽ വിദ്യുച്ഛക്തി എത്തിയത് എന്ന് ഓർക്കണം. അതിന് അച്ഛൻ ചെയ്ത പ്രവർത്തനങ്ങൾ അന്ന് KSEBയുടെ ഒരു താൽക്കാലിക ഓഫീസ് വരെ ഇവിടെ തുറന്ന് ആ ഉദ്യോഗസ്ഥന്മാർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഈ രാഷ്ട്രീയ നേതാക്കന്മാരെയും പൊതുപ്രവർത്തകരെയും ജനങ്ങളെയെല്ലാം വിദഗ്ധമായി അച്ഛൻ ഏകോപിപ്പിക്കുകയും അങ്ങനെ റെക്കോർഡ് സമയം കൊണ്ട് വൈദ്യുതി ഇവിടെ എത്തുകയും ചെയ്തു. അത് ഇന്ന് ജനങ്ങൾ ഇപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു കാര്യമാണ്. തുടർന്ന് ആ പ്രദേശത്ത് വെള്ളം കിട്ടാൻ വളരെ പ്രയാസമായിരുന്നു. അന്ന് PV ഗംഗാധരനായിരുന്നു ജലസേചന മന്ത്രി. അദ്ദേഹവുമായുള്ള പരിചയത്തിൻ്റെ പേരിൽ അദ്ദേഹം അവിടെ ഒരു ദിവസം സ്വീകരണം നൽകി അദ്ദേഹത്തിന് ഒരു പരിപാടി അവിടെ വെച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ 6-7 കുഴൽക്കിണറുകൾ കുത്തുന്നതിനും ഉപരിജലം കിട്ടുന്നതിനുള്ള സംവിധാനം ചെയ്തു. പള്ളിയിൽ തന്നെ ആദ്യമായിട്ട് ഉപരിജലം എന്നുള്ള സംവിധാനം കുഴൽക്കിണറില്ലാത്തതുകൊണ്ട് ഉപരിജലത്തിനുള്ള സംവിധാനം അവിടെ ചെയ്തു. അങ്ങനെ വെള്ളത്തിൻ്റെതായ പ്രശ്നങ്ങൾ പരിഹരിച്ചു. നാടിനെ വൈദ്യുതീകരിക്കുന്നതിനൊപ്പം പുതിയ പള്ളിയുടെ പണിയും നടക്കുന്നുണ്ടായിരുന്നു. പള്ളിയോട് ചേർന്ന് അച്ഛൻ്റെ പ്ലാനിൽ തന്നെ സ്കൂളും നിർമ്മിച്ചു. ഇതിനിടയിൽ ഗ്രാമത്തിൽ ടെലിഫോൺ എത്തിക്കാനും അച്ഛൻ നേതൃത്വം നൽകി. അദ്ദേഹം വന്ന കാലത്ത് ഈ മാലാപറമ്പെന്ന് പറയുന്നത് പൊതുവേ പട്ടിണിയിലും പരിവട്ടത്തിലും കഴിഞ്ഞിരുന്ന കാലമാണ്. ഉണ്ണാനില്ല, ഉടുക്കാനില്ല, താമസിക്കാനില്ല സ്ഥലം. അച്ഛൻ ഇവിടെ വന്ന് ഇരുന്ന വർഷങ്ങൾക്കുള്ളിൽ ഈ പറയപ്പെട്ടതെല്ലാം അവർക്ക് നേടിക്കൊടുത്തതിന് ശേഷമാണ് അദ്ദേഹം ഇവിടെ നിന്ന് പോയത്. ഈ പള്ളി പണിതു ഒന്നും ഇല്ലാതിരുന്ന സാഹചര്യത്തിലാണ്. എല്ലാവർക്കും അത്ഭുതമാണ്. അങ്ങേരുടെ ഓരോ പ്രവൃത്തിയിലും ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്തു തുടങ്ങിയാലും ദൈവ പരിപാലനം മൂലം അത് നടക്കും എന്നുള്ള ഒരു സെൽഫ് കോൺഫിഡൻസ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ കോൺഫിഡൻസ് ജനങ്ങളിലേക്കും എത്തിച്ചു കൊടുക്കുവാൻ അദ്ദേഹം വിജയിച്ചു. അങ്ങനെയാണ് മാലാപറമ്പ് അതിൻ്റെ ആ ദൈന്യമായ നിലയിൽ നിന്ന് ഉയരാൻ തുടങ്ങിയത്. വന്യപിതാവ് എന്നോട് പറഞ്ഞു, അച്ഛനെ ഒരു യോഗം വിളിക്ക്, ഞാൻ കൂടെ വരാം, അവിടെ ഒരു പള്ളി ഉണ്ടാകണം, അത് അത്യാവശ്യമാണ്, അതിന് വേണ്ട എല്ലാ ക്രമീകരണങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് പിതാവ് എന്നെ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 2 ഞായറാഴ്ച കഴിഞ്ഞ് ഒരു പൊതുയോഗം വിളിച്ചു. പൊതുയോഗത്തിൽ പിതാവ് പറഞ്ഞു, നിങ്ങൾക്കൊരു പള്ളി ഉണ്ടാകണം. അടുത്ത പരിസരങ്ങളിലെല്ലാം നല്ല പള്ളികൾ തീർന്നിട്ടുണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നിങ്ങൾക്ക് ഉണ്ടെന്ന് എനിക്കറിയാം. അതിന് നിങ്ങളുണ്ടാക്കുന്നിടത്തോളം പൈസ ഞാൻ നിങ്ങൾക്ക് തരാം. ഡിസംബർ 30 മുമ്പായിട്ട് പണമുള്ള പണം ബാങ്കിൽ നിക്ഷേപിച്ച് അക്കൗണ്ട് ബുക്ക് എന്നെ കാണിക്കണം. അതനുസരിച്ച് നീങ്ങുകയാണെന്ന രീതിയിൽ ഞാനും സഹായിക്കാം. വലിയൊരു പ്രേരണയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടയിലുള്ള എല്ലാ ആളുകളും 5 രൂപ തന്നിട്ട് പറയും,
10 അങ്ങനെ പറഞ്ഞ് ഏതാണ്ട് 7 ദിവസം കൊണ്ട് എല്ലാ വീടുകളും കയറി ഇറങ്ങി 1,72,000 രൂപ സംഘടിപ്പിച്ച് ബാങ്കിൽ കൊണ്ടുപോയിട്ടു. പിതാവിന് അത് കൊടുത്തു. ചെക്ക് ബുക്ക്, പാസ്ബുക്ക് പിതാവിനെ കാണിച്ചു. പിതാവ് ലിസ്റ്റ് കൂടെ കാണണമെന്ന് പറഞ്ഞു. എന്നിട്ട് സഹായത്തിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പിതാവ് പറഞ്ഞു, നിങ്ങൾ കിട്ടിയ പണം കൊണ്ട് പണികൾ ആരംഭിക്കുക, തികയാണ്ട് വരുമ്പോൾ ഞാൻ തന്നുകൊള്ളാം, സമയത്ത് തന്നുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഏതായാലും പിതാവിൽ നിന്നും ഒരു 50,000 രൂപ മാത്രമേ മേടിക്കേണ്ടി വന്നുള്ളൂ. ബാക്കി പൈസ മുഴുവൻ അവിടെ തന്നെ ആളുകൾ സഹകരിച്ചുണ്ടാക്കി. അങ്ങനെ മനോഹരമായൊരു പള്ളി, മലപ്പുറം ജില്ലയിലെ ഏറ്റവും മനോഹരമായൊരു പള്ളി എന്ന നിലയിൽ അന്നത്തെ കാലത്ത് ആ പള്ളിയുടെ പണികൾ പൂർത്തിയാക്കാനായിട്ട് സാധിച്ചു. ഇസ്രായേൽക്കാരെ കാനാൻ ദേശത്തേക്ക് നയിച്ച ആ യാത്ര, അങ്ങനെ ആ യാത്രയിൽ അവരെന്ന് ചെന്നുപെട്ടത് തേനും പാലും ഒഴുകുന്ന നാട്ടിലേക്കാണ്. അതുപോലെയായിരുന്നു മണ്ണൂരച്ഛൻ്റെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ. ഒന്നുമില്ലാതിരുന്ന ജനങ്ങൾക്ക് എല്ലാം നേടിയെടുക്കുവാൻ പര്യാപ്തമായ വിധത്തിൽ അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങളെല്ലാം അദ്ദേഹം ചെയ്തിട്ടാണ് ഇവിടെ നിന്ന് പോയത്. നമ്മുടെ പൂർവീകർ അന്ത്യവിശ്രമം കൊള്ളുന്ന സിമിത്തേരിയെക്കുറിച്ച് അച്ഛന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതിൻ്റെ ഫലമാണ് സുന്ദരമായ ഈ ശാന്തി കുടീരം. എനിക്ക് അവിടെ അടുത്ത് ഒരു സ്റ്റേഷൻ ഉണ്ടായിരുന്നു, പാലൂർ കോട്ട. അവിടെയും പള്ളിയൊന്നും ഉണ്ടായിരുന്നില്ല. പള്ളി ഉണ്ടെങ്കിൽ മാത്രമേ ആളുകളെ സംഘടിപ്പിക്കാൻ പറ്റുള്ളൂ. അവിടെ ആണ്ടുവട്ടത്തിൽ പന്തലിട്ട് കുർബാന ചൊല്ലുമായിരുന്നു പതിവ്. ഏതാണ്ട് 80ഓളം ആളുകളുണ്ട്. അവിടെ ഒരു പള്ളി ഉണ്ടാകുന്നതിനുള്ള പരിശ്രമം ആരംഭിച്ചു. അതിന് മങ്കുടി പിതാവിൻ്റെ പേരണയാണ് ലഭിച്ചത്. അങ്ങനെ ഒരു പള്ളി 1 കൊല്ലം കൊണ്ട് അവിടെ തീർത്തു, പാലൂർ കോട്ടയിൽ. ഇടവകയുടെ ആത്മീയ പുരോഗതിയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പള്ളിയോട് ചേർന്ന് ഡോട്ടേഴ്സ് ഓഫ് സെയിൻറ് തോമസ് സന്യാസിനി സമൂഹത്തിൻ്റെ മഠം അച്ഛൻ സ്ഥാപിച്ചത്. ഭൗതികവും ആത്മീയവുമായ കാര്യങ്ങളിൽ മണ്ണൂരച്ഛൻ ഏറെ ശ്രദ്ധാലുവായിരുന്നു. മണ്ണൂരച്ഛൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ മാലാവർമ്മ സമൂഹത്തിന്, ഞങ്ങൾ കോൺഗ്രിഗേഷന് ഞങ്ങൾ ഒത്തിരി സ്നേഹത്തോടെയും ആദരവോടെയും അതിലുപരി നന്ദിയോടെയും ഓർക്കുന്ന ഒരു വലിയ വ്യക്തിത്വമാണ്. ഞങ്ങളുടെ ഇവിടുത്തെ ഈ ഭവനം ഏതാണ്ട് 1.5-2 കിലോമീറ്റർ ദൂരെയായിരുന്നു ആദ്യം. ഏതാണ്ട് 10 വർഷക്കാലം ഞങ്ങൾ നടന്നൊക്കെ പള്ളി വന്നവരാണ്. പള്ളിയുടെ അടുത്തേക്ക്, പള്ളിയുടെ സ്ഥലം തന്നെ ഞങ്ങൾക്ക് തന്നുകൊണ്ട് ഞങ്ങളെ ഈ സ്ഥലത്തേക്ക് ഇപ്പോൾ കൊണ്ടുവന്നത് അച്ഛനാണ്. പിന്നെ ഈ കോൺവെൻറ്റ് പണിയുവാനും അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും അച്ഛൻ്റെ നേതൃത്വവും സഹായവും സാന്നിധ്യവുമൊക്കെ ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. മണ്ണൂരച്ഛൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക്, പ്രത്യേകിച്ച് മാലാവർമ്മ സമൂഹത്തിന്, ഞങ്ങളുടെ സ്വന്തം എന്നൊരു അനുഭവമാണ് ഞങ്ങൾക്കുള്ളത്. മറ്റുള്ളവരെ, ഞങ്ങളെയൊക്കെ പ്രത്യേകിച്ച് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചു തന്നുകൊണ്ട് പിന്നിൽ നിന്ന് സഹായിച്ച് വളർത്തുന്ന ഒരു നല്ല പിതാവിനെ ഞങ്ങൾക്ക് കിട്ടിയെന്ന് ഞങ്ങളുടെ മുൻപുള്ള സിസ്റ്റേഴ്സ് പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. മണ്ണൂരച്ഛനെക്കുറിച്ച് ഞങ്ങൾക്ക് എപ്പോഴും ഒത്തിരി നന്ദിയോടും സ്നേഹത്തോടും അതിലുപരി ആദരവോടും കൂടി മാത്രമേ ഓർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.
സ്നേഹവായ്പുകൾ പങ്കുവച്ചവരല്ലേ. ഇവിടെ നിന്നും രക്ഷ നേടാതാരും മടങ്ങുകയില്ല. പാപമോചനം യേശു ചിന്തിയ ചോരതൻ വിജയം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം. പാദമുദ്രകൾ നീർത്തടാകങ്ങളാകും. ഇവിടെയോരോ മൺതരിയിലും ജീവൻ തുടിക്കുകയാണിന്ന്. പൂർവഗാമികൾ ചോര നീരായി തന്നതിൻ സുഹൃതം. സുഭഗമോർമകൾ പീലി നീർത്തുന്ന കാലം. പാദമുദ്രകൾ നീർത്തടാ